ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഇന്നലെ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇന്ന് വീട്ടിൽ വെച്ച് തന്നെ എടുക്കുന്നത്. ഇന്നലെ എടുക്കാൻ പറ്റാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വന്നപ്പം രാത്രിയായി. രാവിലെ പോയത് രാത്രിയായി. ഇപ്പം പോലെ കരിമീനെ കിട്ടി. അപ്പം ആ വീഡിയോ കാണാൻ പറയാം. ലാസ്റ്റ് ഉണ്ട് ആ മീനെയൊക്കെ കാണിക്കുന്നത്. ഈ മൊബൈൽ വെട്ടത്തിൽ നമ്മളെ മീനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. കുറേ എണ്ണം ചത്ത്, കുറേ എണ്ണം ചത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ എഡിറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയപ്പം മേക്കുമ്പോൾ ഇഷ്ടംപോലെ വീഡിയോ അടക്കമുണ്ട്. അപ്പോൾ എല്ലാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുവന്നാലും ശരി തന്നെ നമ്മൾ പിടിച്ച് കൈ വെക്കുന്ന മീനെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അല്ലാതെ അടിക്കുന്ന മീനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത്രയും ലെങ്ത് ഉണ്ടോണ്ട ഞാൻ മൂന്നായിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, മൂന്നായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നായിട്ടാലും ശരി തന്നെ ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന മീനെല്ലാം നമ്മൾ ഈ വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഇതിൻ്റെ ബാക്കി വീഡിയോയിലൊന്നും നമ്മൾ ആ മീനെ കാണിക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, അത്രയും മിസ്സായി കളയണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മൂന്നായിട്ട് ഇടുന്നത്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹ ഒരെണ്ണം ഉണ്ട്. അത് ആ വാഹ ഷൂട്ടൊക്കെ നിങ്ങളൊന്ന് കാണാനുള്ള രസമാണ് അത് കേട്ടോ. അങ്ങനെ നമ്മൾ ദൂരെ നിന്നത് ഞാൻ വിളിച്ച് അടുത്ത് വരുത്തിയിട്ടൊക്കെ നമ്മളതിനെ ഷൂട്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് കാണാനുള്ളൂ. അത് ഇച്ചിരി ഉണ്ട് കേട്ടോ, കാണാൻ കേട്ടോ. അതും പിന്നെ ബാക്കി കരിമീൻ്റെ അങ്ങനെ 3 പാർട്ടായിട്ട് ഇടാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഗെയിമിങ്ങൊക്കെ പറഞ്ഞു തന്നിട്ട് ആരും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കൊള്ളാമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും ഒന്ന് പറഞ്ഞെങ്കിൽ എനിക്കൊരു സന്തോഷവും ഒരു സമാധാനമാവും. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആർക്കെങ്കിലും മീനെ കിട്ടിയോന്ന് എനിക്കൊന്നും അറിയണമല്ലോ. 2-3 പേര് പറഞ്ഞ് കമൻറ്റിൽ അറിയിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല, സൂപ്പറാന്ന് പറഞ്ഞ്. അപ്പം ബാക്കിയുള്ളവരൊന്നും ആരും അനങ്ങുന്നില്ല, ഒന്നുമില്ല. കിട്ടിയില്ല നമ്മൾ അറിയത്തില്ലല്ലോ, എനിക്കറിയുന്നില്ല, ഞാൻ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ കിട്ടിത്തുടങ്ങി നിങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റീലിനകത്ത് ഈ നൂല് ചുറ്റുന്നത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ വീഡിയോ 3ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. കീടിയിൽ ഒരു വാഹ ഷൂട്ട് കാണാം കേട്ടോ. 3 വാഹ പോകുന്നുണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിന് നമ്മളിഞ്ഞ് എടുക്കും കേട്ടോ. ഷൂട്ടൊന്ന് കണ്ടു നോക്കണേ. അടി കൊണ്ട് അത് മലന്ന് പോകുന്നുണ്ടോ ഉണ്ടോ നോക്കാം. അടിപൊളി ഒരു വാഹ കേട്ടോ. ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിറ കേട്ടോ. നിങ്ങൾ ആയിരിക്കും ചുറ്റുമല ചിറയുന്നത്. ചുറ്റുമല ചിറയല്ല, ഇത് പുത്തൂർ ചെറുവയ്യ ചിറയത്. ആ ചിറയെന്നുള്ള തോടായത്. ഈ തോട് നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ കല്ലട ആറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആ പാലത്തിൻ്റെ അടിയിലാണ് നമ്മൾ ഈ വാഹ അടിക്കുന്നത്. കുരുങ്ങി അതിനെന്തായാലും ഞാൻ ബുക്കുകയും ചാക്കുകയും ചെയ്ത് എന്തായാലും ആ കുരുക്കെടുത്ത് കേട്ടോ. കുരുക്കെടുത്ത് നമ്മൾ ആ കരയിലോട്ടിട്ട് ആ പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ താഴോട്ടിറങ്ങും. പാലത്തിൻ്റെ മുകളിലല്ല, അതിൻ്റെ അടിഭാഗത്ത് തിട്ടയുടെ മുകളിലായതുകൊണ്ട് നമ്മൾ താഴോട്ടിറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങി വെച്ച് പാടാം. എന്തായാലും നമ്മൾ ഞാൻ കരയ്ക്ക് എത്തിച്ചതിന്. അടിപൊളിയായി. കളി അങ്ങോട്ട് കറങ്ങാൻ പോയതാ കേട്ടോ. ഉണ്ടോ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. നമ്മളിതിൻ്റെ തലക്കടിക്കാൻ നോക്കുന്നത്, പക്ഷേ തലയ്ക്ക് കൊള്ളത്തില്ല കേട്ടോ. വാഴ കൊള്ളുന്നു. കറങ്ങാൻ പോയ പോക്ക് കേട്ടോ. ഒത്തിരി നേരം കൊണ്ട് ഞാൻ എൻ്റെ വായിക്കകത്ത് മൗത്ത് ഓപ്പണർ ഇടാൻ നോക്കുക. അത് ഇട്ടിട്ട് സമ്മതിക്കണ്ടേ, അത് കിടന്നങ്ങ് ചാട്ടോ അത്. ഇപ്പോൾ വാ നോക്കൂല എൻ്റെ. സാധനം ഇതിനകത്ത് അടങ്ങി തോട്ടിലെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടോ? അടിപൊളിയല്ലേ? ഏത് ഡാർട്ടിലാണ് കിട്ടിയെന്ന് കാണിച്ചു തരാം. നമ്മൾ പുതിയതായിട്ട് പണിഞ്ഞ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ഡാർട്ടിലാണ് നമ്മൾ കിട്ടിയുണ്ടോ. നമ്മൾ ഇന്നലെ പണിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നിർത്തിയിട്ട് കാര്യമില്ല, എടുത്ത് കവറിനകത്തിടാം. അടിപൊളി സൈസുള്ളൊരു കരിമീൻ കിടപ്പുണ്ട്. ആദ്യമൊന്നും നോക്കും പറ്റത്തില്ല, കൈ കളന്ന് പറിക്കുന്നുണ്ടാവും. ആ റബ്ബർ പുതിയതാണ് കേട്ടോ, അത്രയും വലിച്ചു പിടിക്കുന്നുണ്ടാവും. എന്നാലും നമ്മളെ രണ്ടാമതിൽ അടിച്ചിഞ്ഞ് എടുത്തതിനെ കേട്ടോ. ഇതിനകത്ത് കിടപ്പുകൊണ്ട് മച്ചാന്മാരെ 3 കിലോ അടുപ്പിച്ച് വരുന്നൊരു ചെമ്പല്ലി കേട്ടോ. നല്ല നമ്മുടെ കഴുത്തപ്പം വെള്ളം കിടപ്പുണ്ട് ഇതിനകത്ത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ചെമ്പല്ലി അടിച്ചെടുക്കാൻ പറ്റത്തില്ല, നടുക്ക പോയി നിൽക്കുന്നത്. മാക്സിമം ഞാൻ ശ്രമിച്ചായിരുന്നു നോക്കാം, പക്ഷേ പറ്റിയില്ല. അങ്ങനെ അടിച്ചത് എൻ്റെ അമ്പ് ഇവിടുന്ന് പൊട്ടി വെള്ളത്തിൽ പോയിരുന്നു കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളി ഓർണം. നല്ല എൻ്റെ കൈവെള്ളയേക്കായി ഉണ്ട് കേട്ടോ. ഇതിനെ ഇനി സൈഡിൽ വന്ന് നിന്നോണ്ടാണ് കിട്ടിയത് കേട്ടോ. നമ്മൾ പണിഞ്ഞ നോർമൽ ഡാർട്ടാണ് കേട്ടോ. നമ്മൾ ലെങ്ത് ഇച്ചിരി കുറച്ച് നോർമൽ ഡാർട്ടിൽ നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഡാർട്ട് നമ്മുടെ ഇന്ന് പോയി, അത് ആറ്റിലാണ് പോയത് കേട്ടോ. ഇഷ്ടംപോലെ കരിമീനും കിടപ്പുണ്ട്, വാഹയും കിടപ്പുണ്ട്, ചെമ്പല്ലിയും കിടപ്പുണ്ടല്ലോ. സൈസുള്ള ചെമ്പല്ലികൾ കിടക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിനകത്തൊന്ന് അടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അത് അടിയിലാണ് കിടക്കുന്നത്. അത് നല്ല താഴ്ചയുണ്ട്. നല്ല ആറ്റിൽ നിന്ന് കയറി വരുന്നതും ചിറയിൽ ഇറങ്ങി വരുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന പിന്നെ മീൻ പോക്കാം. നമുക്ക് യാദൃച്ഛികമായി മിക്കവാറും ഇങ്ങനെ കിട്ടത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഉന്നം കറക്റ്റാണെങ്കിൽ കൊള്ളും. ഇല്ല വെള്ളത്തിൻ്റെ അടിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമ്മൾ മാറ്റി അടിക്കണം, എന്നെങ്കിലേ നമുക്ക് അതിനകത്ത് കിട്ടത്തുള്ളൂ. അതിനെ ഇല്ലെങ്കിൽ കിട്ടത്തില്ല. നമ്മൾ ആറ്റിലേക്ക് വന്നിരിക്കുക. ആറ്റിൽ നമുക്കൊരു കരിമീൻ എടുക്കാം. അടിപൊളി. ഹെഡ് ഷോട്ട് തലക്കടി കൊണ്ട് ഇറങ്ങിപ്പോയി കേട്ടോ. ഏത് ഡാർട്ട് വെച്ച് അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളില്ല പണിഞ്ഞ ഡാർട്ടാണ് കേട്ടോ. ഉണ്ടോ, മുനയും പോയി എൻ്റെ. ആ ആറ്റിൽ നിന്ന് മാറി നമ്മൾ വേറെ ഭാഗത്തോട്ട് വന്നിരിക്കുക കേട്ടോ. അടിപൊളി. മീൻ പോലും അറിഞ്ഞില്ല ഡാർട്ട് വന്ന് കയറിയത്. നോക്കിക്കണേ, അതിൻ്റെ റില പോയി. പാടം ഒന്ന് ജസ്റ്റ് മിസ്. മിക്കാറുള്ള മീൻ്റെ എല്ലാത്തിനും തലയ്ക്ക് നമ്മൾ പറ്റിക്കുന്നത് കണ്ടോ. എല്ലാത്തിനും തലയ്ക്ക. മീൻ പോലും അറിയാതെ അഞ്ഞ് കയറി വരുന്നത്. വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് വലിയത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ എനിക്ക് ഇച്ചിരി പണി കിട്ടും കേട്ടോ. അടി കൊണ്ട മീൻ നല്ലൊരു വെള്ളത്തിൽ മുങ്ങി കിടക്കുക. അപ്പോൾ അതിനകത്തൊരു വലയൊക്കെ ഉണ്ട്, അതിനകത്ത് കയറി കുരുങ്ങും. അവസാനം ഞാൻ അത് എടുക്കും. അപ്പോൾ അത്ര എടുക്കുന്ന ഭാവമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കുരുങ്ങി. ശരി, പാട് വിട്ടെടുക്കുക. അടുത്ത ഷൂട്ട് നമ്മൾ ആ നിൽക്കുന്ന ഭാഗത്തൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മണ്ടേ കയറി നമ്മൾ അടുത്ത ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി ഒരു കരിമീൻ. ഇതിനും തലയ്ക്കാണ് കൊള്ളുന്നത് കേട്ടോ. മീൻ പോലും അറിയാതെ വരുന്നത്. ഹെഡ് ഷോട്ട് ഉണ്ടോ. തലയ്ക്ക് അടിയുണ്ട് കേട്ടോ.
എല്ലാത്തിനെയൊക്കെ തലക്കടിച്ചെടുത്തിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. ഇടയ്ക്കൊന്നും അല്ലാതടിക്കുന്നേ നല്ലത്. അടിയിലുണ്ട്. ഒരു ചെമ്പല്ലി ഇടുന്ന കറക്കോ, അതിൻ്റെയും തലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. തലയ്ക്ക് കൊടുത്തില്ലെങ്കിൽ കിട്ടത്തില്ല അതിനെ. ഒറ്റ അടിയോടെ അത് വെള്ളത്തിൻ്റെ മണ്ട വരുന്ന നോക്കിക്കോണേ. ഹെഡ് ഷോട്ട് നമ്മളെല്ലാം തലയ്ക്ക് അടിക്കുന്നതാണ്. എങ്ങനെയുണ്ട് ഷൂട്ടുകൾ? സൂപ്പർ ഷൂട്ടല്ലേ? ഇനി അടുത്ത ഒരു കരിമീൻ ഷൂട്ടിലോട്ട് പോകാൻ നമുക്ക് കേട്ടോ. വേറൊരു ഭാഗത്താണ് പോകുന്നത് കേട്ടോ. ആ മീനെയും പിടിച്ച് നമ്മൾ പുറമോട്ട് മാറിയ സമയത്ത് ഒരു പുളിമരം കേട്ടോ. ആ പുളിമരത്തിൽ നമ്മൾ പെട്ടെന്നല്ലേ ബാക്കിലോട്ട് പോയതാണ്. അപ്പോൾ ഒരു കമ്പി തട്ടി ക്യാമറ അങ്ങ് കുനിഞ്ഞ്, ക്യാമറ പിന്നെ പിടിച്ച് നേരെ കണ്ടോ, ക്യാമറ തട്ടി അങ്ങ് കുനിഞ്ഞത് കണ്ടോ. അത് നമുക്ക് അത്രയും സമയം അവിടെ പോയത് കേട്ടോ. മീനെ കിട്ടുന്ന സന്തോഷത്തിൽ നമ്മൾ മേളിൽ ഒരാളുണ്ടെന്നുള്ള വിചാരം നമ്മൾ ഓർക്കത്തില്ല അത് കേട്ടോ. അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. കാരണം ഇനിയും കരിമീൻ ഷൂട്ടുകളുണ്ട്. കാരണം അത് ഞാൻ ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് ഇതിനകത്ത് ലെങ്ത്ത് കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല. നമ്മൾ മൂന്നായിട്ട് ഇനി ആ വീഡിയോ ഇടുന്നത് കേട്ടോ. നമ്മൾ മൂന്നായിട്ടാണ് ഇടാൻ പോകുന്നത് ആ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം. അത് മൂന്നായിട്ടിടുന്ന പറഞ്ഞൊരു വാഹ ഷൂട്ട് അഡീഷണൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെന്തായാലും പിടിച്ച മീനെയൊക്കെ നമ്മളിപ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ മൂന്നായിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. കാരണം ഇത് രാത്രിയായി വന്നപ്പോൾ, രാവിലെ പോയതാണ്, രാത്രിയായി. അപ്പം എല്ലാം കൂടി ഇത്രയും കരിമീനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 3 വീഡിയോയിലുള്ള മീനാണ് ഇത് മൊത്തത്തിൽ കാണിക്കുന്നത് കേട്ടോ. 2 ഭാഗം ഒരു ചെമ്പല്ലിയും ബാക്കി മൊത്തം കരിമീനും. അപ്പോൾ ഇത്രയും രാവിലെ ഇറങ്ങിയിട്ട് ഇത്ര കിട്ടിയോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിനൊക്കെ ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ അമ്പൊക്കെ മിസ്സായിപ്പോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കല്ലിലൊക്കെ ഉടക്കി പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ 3 വീഡിയോയിലെ മീനായി ഈ നേരത്തെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും സഹകരിക്കണം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് സഹായിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ആരും കമൻറ്റ് ഇട്ടിട്ടില്ല. കാരണം എയിമിങ്ങൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ആരും പറഞ്ഞ് റിപ്ലൈ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എയിമിങ്ങൊക്കെ കറക്റ്റ് ആയെങ്കിൽ നിങ്ങൾ ഒന്ന് റിപ്ലൈ ഇട്ടിരിക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ ബ്രൈഡൊക്കെ എങ്ങനെ റീലിനകത്ത് കിട്ടുന്നതെന്ന് നമ്മളത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം കേട്ടോ.